ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു സെയിൽ വീഡിയോ ആയിട്ടാട്ടോ. ഞാൻ സെയിൽ വീഡിയോ ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ. ഇനി ഒരു വീഡിയോയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടില്ലേ, ചെടികൾ, ധാരാളം ചെടികൾ ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ ഒരു പണിത്തിരക്കിലായിരുന്നു. അപ്പം ഞാൻ ഈ ചെടികൾ ഞാൻ വിൽപ്പനയ്ക്ക് വെച്ചേക്കുക കേട്ടോ. ആവശ്യമുള്ളവർ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക കേട്ടോ. കൊറിയറായിട്ടായിരിക്കും, കൊറിയർ ചാർജ് വഹിച്ചാൽ മതി. അപ്പോൾ ചെടികൾ എത്ര എടുക്കുന്നത് അത്രയും നിങ്ങൾക്ക് കൊറിയർ ചാർജ് ലാഭമായിരിക്കും. അപ്പോൾ ചെടി ഒന്നിന് ഞാൻ വളരെ തുച്ഛമായ നിരക്കിലാണ് തരുന്നത്. ഇതാണ് ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് കലാത്തിയുടെ. അപ്പോൾ ഇത് ചോടൊന്നിന് 70 രൂപ നിരക്കിലാട്ടോ ഒരു ചോടിന് തരുന്നത്. കണ്ടോ, നല്ല ഭംഗിയുള്ള ചെടി. അഗ്ലോണിയുടെ വേറെ ഒരു വെറൈറ്റി ആട്ടോ. ഇത് ചോടൊന്നിന് തൈയൊന്നിന് 50 രൂപ നിരക്കിലാണ് തരുന്നത്. ഇത് ചോടൊന്നിന് 70 രൂപ നിരക്കിലാണ്. കോംബോ ആയിട്ടും ഇതിൻ്റെ കൂടെ ഞാൻ വേറെ ചെടികൾ ഓഫറായിട്ടും കോംബോ ആയിട്ടും തരുന്നതായിരിക്കും കേട്ടോ. ചെടി എടുക്കുമ്പോൾ നിങ്ങളെ നിരാശപ്പെടുത്തിയല്ല, ഒപ്പം തന്നെ വമ്പൻ ഓഫർ ഉണ്ടായിരിക്കും കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വേറെ തൈകളും വയ്ക്കുന്നതായിരിക്കും കേട്ടോ. ഇതും ചോടൊന്നിന് 50 രൂപ നിരക്കിലാണ് തരുന്നത്. ഇതിൻ്റെ കൂടെയും കലാത്തിയുടെ വേറെ വേഷനും ഞാൻ കോംബോ ആയിട്ട് വെക്കുന്നതായിരിക്കും കേട്ടോ. ഇതും കലാത്തിയുടെ വേറൊരു വേർഷനാട്ടോ. നല്ല സുന്ദരി പ്ലാന്റ് ആട്ടോ. നല്ല ഭംഗിയുള്ള ഇലയും ബ്രൗൺ നിറം ബേക്ക് ഭാഗമൊക്കെ വന്നിട്ട് നല്ല സൗന്ദര്യമുള്ളൊരു കലാത്തിയാട്ടോ. ഇത് ചോടൊന്നിന് 50 രൂപ നിരക്കിലായിരിക്കും തരുന്നത്. എല്ലാ കോംബോ ഓഫർ ഉണ്ടായിരിക്കും കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ചെടി കേട്ടോ. കലാത്തിയുടെ വേറൊരു വേർഷനാണ്. ഒരുപാട് ചെടി തിങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ ഇതും ചോടൊന്നിന് 50 രൂപ നിരക്കിലാട്ടോ ഞാൻ വിൽക്കപ്പെടുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ കോണ്ടാക്ട് നമ്പറായിട്ട് ബന്ധപ്പെടുക. ഈ ചെടി കുറച്ച് ഇതിൻ്റെ അടിഭാഗം കണ്ടില്ലേ, നല്ലൊരു ബ്രൗണിഷ് ആയിട്ട് ഇല നല്ലൊരു പ്ലാസ്റ്റിക് പോലെ കേട്ടോ. വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ഗ്രോ ബാഗിലെ സുന്ദരിയാട്ടോ. എടുത്തെനിക്ക് ഉയർത്താൻ വയ്യ. ചോടൊന്നിന് 50 രൂപ നിരക്കിൽ കേട്ടോ. ഇതും അതിൻ്റെ ഒരു വേർഷനാണ്. ഇതിനും ചോടൊന്നിന് 50 രൂപ നിരക്കിൽ. അതും ഗ്രോ ബാഗിലെ സുന്ദരിയാട്ടോ. ഗ്രോ ബാഗിൽ അങ്ങോട്ടേക്ക് ഞാൻ പോട്ടിലേക്ക് മാറ്റിയില്ല. ഈ പോട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഈ സന്ദർഭത്തിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെയിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിത് പിരിക്കുമ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുക കേട്ടോ. നിസ്സാര വിലയാണ്. ഇത്രയും വില നല്ല വിലക്കുറവിലായിരിക്കും നിങ്ങൾക്ക് ഓഫറോട് കൂടി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് കൂട്ടി കുറേ ലക്കി ബാമ്പു. ഇതും ഞാൻ ചോടൊന്നിന് ഒരു 30 രൂപ നിരക്കിൽ വിൽക്കപ്പെടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. കറ്റാർവാഴ ഞാൻ കുറേ ചട്ടികളിൽ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ചട്ടികളിലും കറ്റാർവാഴ ഇതുപോലെ തിങ്ങി വന്നിട്ടുണ്ട്. കുറേ തൈകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോടൊന്നിന് 30 രൂപ നിരക്കിൽ കേട്ടോ നിങ്ങൾക്ക് കറ്റാർവാഴയുടെ ചെറിയ ചെറിയ തൈകൾ തരുന്നതായിരിക്കും. ആവശ്യമുള്ളവർ ബന്ധപ്പെടുക കേട്ടോ. കറ്റാർവാഴ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ചെടികളുടെ കോംബോ ആയിട്ട് വെക്കുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നിസ്സാരം വിലയ്ക്ക് ഞാൻ കറ്റാർവാഴയും ചെടികൾക്കൊപ്പം വെക്കുന്നതായിരിക്കും കേട്ടോ. കോംബോ ഓഫറായിട്ട് ഉള്ളവർക്ക് ചെറിയ തുച്ഛമായ വിലയ്ക്ക് നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുക എന്നുള്ള കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ നിസ്സാര വിലയ്ക്ക് നൽകപ്പെടുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഒത്തിരി ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മളിങ്ങനെ ഓരോ പോട്ടിൽ ഈ ചെടികൾ ഇങ്ങനെ ആക്കി ഇങ്ങനെ വളർത്തിയെടുക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് ഒരു ലാഭവും എനിക്കൊരു സെയിലിങ്ങും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാട്ടോ ഞാൻ ഇങ്ങനെ ഒരു ഓഫറിൽ ഞാൻ ചെടികൾ ഇന്നിപ്പോൾ ഈ വിൽപ്പനയ്ക്ക് ഞാൻ വെച്ചേക്കുന്നത് 40 രൂപ നിരക്കിൽ നൽകപ്പെടും കേട്ടോ. അപ്പം ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയതാട്ടോ. നല്ല രസമുള്ള ഇങ്ങനെ ചെറിയ ചെറിയ പോട്ടുകളിൽ ഇങ്ങനെ നല്ല ബൊക്കറ്റായിട്ട് ഇങ്ങനെ വളരുന്നതായിരിക്കും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനേ. അപ്പം ഇതിൻ ചെടി ചോടുന്നതിനൊരു 40 രൂപ. തെറ്റിപ്പോയതാട്ടോ. അപ്പം ചെടികൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പിരിക്കാറായിട്ടില്ല. ധാരാളം ചെടികൾ ഇനിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഇതും ഞാൻ സെയിലിങ്ങിന് വെക്കുന്നതായിരിക്കും. ഇപ്പോൾ കുറച്ച് എണ്ണങ്ങളാട്ടോ ഞാൻ പറയുന്നത്. ഇതൊക്കെ നല്ല സുന്ദരി വെൽവെറ്റ്, പിന്നെ നമ്മുടെ സിൽവർ കലാത്തിയ ഒക്കെ ഉണ്ട് കേട്ടോ. ധാരാളം ചെടികളുണ്ട്.
പിന്നെ ഇത് കണ്ടില്ലേ, ഇത് പിരിക്കാറായില്ല. ഇതാ നല്ല സൗന്ദര്യമുള്ള ചെടി ഒക്കെ പിരിക്കാറായിട്ടില്ല. പിരിക്കാറാകുമ്പോൾ ഞാൻ നിങ്ങൾക്കൊക്കെ ഓഫറിൽ തരുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ സെയിലിംഗ് ഒക്കെ കഴിഞ്ഞില്ലേ, ഇനിയും കുറച്ച് ചെടി നടലിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന മണൽ, ഇനി നിങ്ങൾക്ക് ചെടി എങ്ങനെ നടുന്നതെന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാകണ്ടേ. അപ്പോൾ ചെടി കൊണ്ടുപോകുന്ന എല്ലാവരും എങ്ങനെയാണ് ചെടികൾ നടുക എന്നുള്ളതാട്ടോ ഞാനിതിൽ നിങ്ങളെ കാണിച്ചു തരാൻ പോണത്. അതിനായിട്ട് ഞാൻ കുറച്ച് ചാണകപ്പൊടി, പിന്നെ കുറച്ച് മണൽ, എല്ലാം ഒരേ ഒരളവിലാട്ടോ ഞാൻ എടുത്തേക്കുന്ന മണൽ, പിന്നെ മണ്ണ്, പിന്നെ ഇതിൻ്റെ കൂടെ വേപ്പിൻ പിണ്ണാക്ക് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ എല്ലുപൊടി ചേർക്കുന്നവരുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചേ ചേർക്കാവുള്ളൂ, അധികം ഒന്നും ചേർക്കരുത് കേട്ടോ. ഈ പറയുന്നത് ഇത് 1:1 എന്ന ഒരു അനുപാതത്തിലാട്ടോ ഞാൻ ഈ മണ്ണും ചാണകപ്പൊടിയും തുല്യ അനുപാതത്തിലാട്ടോ എടുത്തത്. എന്നിട്ട് ഞാനിങ്ങനെ ഇതാ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ലോണം ഇത് മൂന്നും കൂടി. ഈ മണൽ നമുക്ക് ഇങ്ങനെ എന്തിനാണ് ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെടികളുടെ വേരോട്ടത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ചെടിയുടെ നല്ലോണം ചെടി വളരാൻ വേണ്ടി പിന്നെ ഇതാ നമ്മുടെ ട്രൈക്കോഡർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജൈവവളമാട്ടോ. ഇതിലെല്ലാം ചേർന്നതുകൊണ്ട് ഞാൻ ഇത്തിരി ഏറെ ഇടുന്നത്. ഇതിൻ്റെ തനതായ രൂപം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് നമ്മൾ 100 ഗ്രാം ഇത്രയും ഒരു മണ്ണിനൊക്കെ ഇതിലേക്ക് നമ്മൾ ഇത്രയും അനുപാതത്തിൽ നമ്മളൊരു 100 ഗ്രാം ചേർത്താൽ മതി. പക്ഷേ ഇത് ജൈവവളമായിട്ട് എല്ലാം കൂടി ചേരുവകൾ ചേർന്ന് വന്നതായതുകൊണ്ട് ഞാനിതൊരു 3-4 കപ്പ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ചാണകപ്പൊടിയും അത്യാവശ്യം എല്ലാം ചേർന്നാണ് കേട്ടോ. അതുകൊണ്ട് അതും കൂടി ചേർത്ത് ഇതാ നമ്മുടെ ട്രൈക്കോഡർമ, പിന്നെ മണൽ, മണ്ണ്, ചാണകപ്പൊടി ഇത്രയും ചേർത്താട്ടോ ഞാൻ വെച്ചേക്കുന്നത്. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ എല്ലുപൊടിയും ചേർക്കാം, വേപ്പിൻ പിണ്ണാക്കും ചേർക്കാം കേട്ടോ. ഞാൻ പിന്നെ അതൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഞാൻ ഇടുന്നത് ഈ കരികിലയാട്ടോ. കരികില ഇതിൻ്റെ ചെടിച്ചട്ടിയുടെ അടിയിലിടുന്നതാണ്. അടിയിലിട്ടിട്ട് അടിയിലും നമുക്ക് വേരോടാനും പിന്നെ നമ്മൾ വളമൊന്നും പ്രത്യേകം നമുക്ക് ചേർത്ത് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. കുറേ കാലം നമ്മുടെ ചട്ടികളിൽ ഇങ്ങനെ ചെടികൾ തിങ്ങി നിൽക്കണ്ടേ. അപ്പം ഇതിങ്ങനെ അടിയിൽ വെള്ളവും നീർവാഴ്ചയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ കരികില ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ലൊരു വളവും കൂടിയാട്ടോ ഈ കരികില. അവസാനം ഈ മണ്ണൊക്കെ യോജിച്ച് ചെടികൾ അടിയിലേക്ക് ചെല്ലുമ്പോൾ ഈ കരികിലയിൽ നിന്ന് ഇവർ വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഒരു രീതിയാട്ടോ ഇങ്ങനെ കരികില ഇടുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഞാനിങ്ങനെ ഈ ചേർത്ത് വെച്ചിരിക്കുന്ന 1:1 എന്നുള്ള ഈ 3-4 ചേരുവകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. 4 ചേരുവകളുണ്ട്. നമ്മുടെ ട്രൈക്കോഡർമ ജൈവവളം, പിന്നെ ചാണകപ്പൊടി, മണൽ, മണ്ണ്, പിന്നെ ഈ കരികിലയും കൂടി കൂട്ടി ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് നേരിട്ടിങ്ങനെ ചെടി നട്ടു കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കുടഞ്ഞു കൊടുത്താൽ ഇങ്ങനെ മതി കേട്ടോ. ഇങ്ങനെയാട്ടോ ഞാൻ ഈ ചെടികളൊക്കെ നട്ടിരിക്കുന്നത്. ഇനി എനിക്ക് ഈ ചെടികളൊക്കെ ഞാൻ വർഷങ്ങളായി നട്ട് ഈ ചട്ടികളിൽ നിൽക്കുന്ന ചെടികളാട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് പോട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാട്ടോ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ചെടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെയിലിങ്ങിനും വെച്ചത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവരാരെങ്കിലും ബന്ധപ്പെടുക. ഇനി ഞാൻ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ചെടികൾ തരുന്നതുമായിരിക്കും കേട്ടോ. ചെടികളൊക്കെ ഇതാ ഇവിടെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി പിരിച്ചെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. നിറച്ചും വേരുകളായിട്ട് ഇത് ഞാൻ ഒരു 1.5 വർഷം കഴിഞ്ഞതാട്ടോ ഈ ചെടി ഇങ്ങനെ ഈ ഒരു രീതി പ്രകാരം കരികില, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, മണൽ, മണ്ണ് എന്നൊരു രീതിയിൽ നട്ടിട്ട് ഇപ്പോൾ 1.5 വർഷമല്ല ഇത്രയും ചെടികൾ ഇതിൽ വളരാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. അതിന് ശേഷമായിട്ടോ ഞാൻ ഈ റീപോട്ടിങ് ഇങ്ങനെ ചെയ്യുന്നത്. അതുവരെ ഈ ചെടികളും നിറച്ചും ഇതിൽ തിങ്ങി നിന്ന് ഇത്രയും കാലം അതിന് വലിക്കാനുള്ള വെള്ളവും വളവും ഒക്കെ ഇതിനകത്ത് തന്നെ കിട്ടിക്കൊണ്ടിരുന്നത് കേട്ടോ. അതിൽ കണ്ടില്ലേ ആ ചെടികൾ എത്ര സൗന്ദര്യത്തോടെയാണ് നിൽക്കുന്നതെന്ന്. ഒരു കുഴപ്പവും ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ രീതി പ്രകാരം നിങ്ങൾ ചട്ടികളിൽ മണ്ണാക്കിക്കോളൂ നിങ്ങളുടെ ചെടികൾ. ഈ ചെടികളൊക്കെ ഒരു 2 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. അതിന് വേണ്ടിയിട്ടും കൂടിയാട്ടോ ഞാൻ ഇന്ന് സെയിലിങ്ങിന് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് അപ്പം ചെടി ആവശ്യമുള്ളവർ നിങ്ങളെല്ലാവരും കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് തുച്ഛമായ രീതിയിൽ ഞാൻ ചെടി നൽകുന്നതായിരിക്കും കേട്ടോ. പിന്നെ അത് ആ ചെടി ഇങ്ങനെ എടുത്ത് മാറ്റാൻ വേരൊക്കെ ആയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടോ. അതിൽ നിന്ന് ഞാൻ ചെറിയ തൈകളായിട്ടോ പിരിച്ചെടുത്തിരിക്കുന്നത്.
ഇനി ഇതിൻ്റെ ചുവട്ടിൽ എടുക്കുവാണെങ്കിൽ ഒരു 10-20 തൈ ഇനിയും അതിൽ വേർപെടുത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൽ നിന്ന് ഓരോ തൈ മാത്രം എടുത്തിട്ടാണ് റീപോർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനിയും വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് നിറച്ചും ഈ ചെടിച്ചട്ടിൽ തിങ്ങി അതുപോലെ ഉണ്ടായി വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നൊരു സെയിലിങ്ങുമായി ചെടി എങ്ങനെയാണ് മാറ്റി നടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഈ സെയിലിങ്ങിന് വെച്ച ചെടികൾ നിങ്ങൾ ഇപ്രകാരം നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കുറേ നാളത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, ചെടി താനേ വളർന്നോളും. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കുറേ ചെടി സംരക്ഷണത്തിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടല്ലേ, നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ എങ്ങനെയാണ് ഈ ചെടികളൊക്കെ ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ നിറച്ചും തിങ്ങി നിറഞ്ഞ് വളരുന്നതെന്ന്. അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ മതി. ഞാൻ ഈ രീതി ചെയ്ത് കുറേ തൈകൾ ഞാൻ അടുത്തുള്ളവർക്കും ചേച്ചിക്കും എല്ലാവർക്കും കുറേ തൈകൾ കൊടുത്തിട്ടും ഉണ്ട് കേട്ടോ ഇവിടുന്ന്. പിന്നെ ഇത് വീണ്ടും വീണ്ടും അതിൽ നിന്ന് ഉണ്ടായി വന്ന ചെടികളാട്ടോ. കുറേ തൈകൾ ഞാൻ ഇവിടുന്ന് ചേച്ചിക്ക് വിൽക്കുക കേട്ടോ ചെയ്തത്, ചേച്ചി കൊണ്ടുപോവുക ചെയ്തത്. അങ്ങനെയൊക്കെ പിരിച്ച് നട്ടും ഒക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി നമ്മുടെ ചെടിയുടെ വീഡിയോ ഇന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം ഇത് ഒരു ചെടി വീഡിയോ ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയാകട്ടെ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരെ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച് ചിൽഡ്രൻ. ടേക്ക് കെയർ. ടാറ്റ. ബൈ ബൈ.